കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ എന്നും ദാരിദ്ര്യം നമുക്ക് മുന്നിൽ ഇപ്പോഴും ബാക്കിയാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യാതിഥിയായ നടൻ മമ്മൂട്ടി പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനത്തിലാണ് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടം അവതരിപ്പിച്ചത്. അതിദരിദ്രമില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമെന്ന നേട്ടം സുപ്രധാന നാഴികക്കല്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ നടപടികളുമായി സഹകരിക്കില്ലെന്നറിയിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പല്ല യാഥാർത്ഥ്യമെന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. പൊതുസമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി. 8 മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളെന്നും ദാരിദ്ര്യം നമുക്ക് മുന്നിൽ ഇപ്പോഴും ബാക്കിയാണെന്നും മമ്മൂട്ടി. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം വികസനമുണ്ടാവില്ല. വികസനം പൂർണ്ണതോതിലെത്തണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു നീക്കപ്പെടണം. അങ്ങനെ ഒരിടം തന്റെ അറിവിലില്ലെന്നും കേരളം പലതിനും മാതൃകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യമല്ല അതിദാരിദ്ര്യമാണ് ഇല്ലായ്മ ചെയ്തതെന്ന് മന്ത്രി MP രാജേഷ്. ഓർക്കേണ്ട ഒരു കാര്യം, നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യമാണ്, ദാരിദ്ര്യമല്ല എന്നതാണ്. പലരും അത്തരം ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. കേരളപ്പിറവിയുടെ 69ാം വർഷത്തിലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടമായാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. അതേസമയം അതിദരിദ്രരെ നിശ്ചയിച്ച രീതിയും ആധികാരികതയും ചോദ്യം ചെയ്ത് ഏതാനും സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക നിരീക്ഷകരും സർക്കാരിന് എഴുതിയ തുറന്ന കത്തും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.